എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇത് ഒരു ചുരിദാറാണ്. ഈ ചുരിദാറിൻ്റെ സൈഡ് ഓപ്പൺ എങ്ങനെ കറക്റ്റായിട്ട് അടിക്കുക. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ എനിക്കൊരാൾ മെസ്സേജ് അയച്ചിരുന്നു. ഈ സൈഡ് ഓപ്പൺ അടിച്ചിട്ട് എങ്ങനെ അടിച്ചിട്ടും ശരിയാവണില്ല, അത് ചുളിഞ്ഞ് പൊളഞ്ഞ് കിടക്കുകയാണ്. അതായത് കോട്ടൺ മെറ്റീരിയലൊക്കെ സൈഡ് ഓപ്പൺ അടിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. അല്ലാതെ ഷിഫോണ്, ജോർജറ്റ് പോലത്തെ തുണികളിലൊക്കെ, സാറ്റിനൊക്കെ പോലത്തെ തുണികളൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഓപ്പണ് പിരിഞ്ഞ് കിടക്കുകയാണ്, അത് ഫിനിഷിങ് ഇല്ലാതെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചുരിദാർ അടിച്ചപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഓപ്പൺ അടിക്കേണ്ട വീഡിയോ മാത്രം എടുത്തിട്ടുള്ളൂ ഞാൻ. ഓക്കെ, ഇത് ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ. അത് സിമ്പിളായിട്ടൊരു ടോപ്പാണ്, ലൈനിങ് ഒന്നും ഇല്ലാത്ത ഒരു ടോപ്പ്. അപ്പോൾ അതിൻ്റെ കഴുത്ത് ഞാൻ അടിച്ചിട്ടുണ്ട്, ഷോൾഡറും ജോയിൻറ്റ് ചെയ്തിട്ട് അത്ര ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ സൈഡ് അടിക്കണം, എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഓപ്പൺ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് അടിക്കുക എന്ന് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ സൈഡ് ഇതിൻ്റെ അളവിനനുസരിച്ച് കറക്റ്റായിക്കാണ്ട് ഇതിൻ്റെ സൈഡ് മാർക്ക് ചെയ്യണേ. ഇത് കട്ട് ചെയ്ത ഇതൊരു ഓർഡറാണ്. അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റ് ആക്കിയിട്ട് ഞാൻ ഇതിൻ്റെ സൈഡ് ഭാഗം, ചെസ്റ്റിൻ്റെ ആ ഭാഗം, ഈ വേസ്റ്റിൻ്റെ ഈ ഭാഗം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ ഈ സൈഡ് ഓപ്പൺ, ഈ ഹിപ്പിൻ്റെ ഈ ഭാഗം മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്, ഒരു ചെറിയൊരു വെട്ട് വെച്ചിട്ടുണ്ട്. ആ സൈഡ് ഓപ്പൺ അതുവരെ വരുള്ളൂ. അപ്പോൾ അവിടെയും അതിൻ്റെ അളവ് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതിലൂടെ കറക്റ്റായിട്ട് ഇതുവരെ സ്റ്റിച്ച് ചെയ്യണം. ഇവിടുന്ന് അങ്ങോട്ടാണ് സൈഡ് ഓപ്പൺ പോകുന്നത്. അവിടെ ഒരു വെട്ട് വെച്ചിട്ടുണ്ട്. ആ സൈഡ് ഓപ്പണിലുള്ള അളവ് കറക്റ്റ് ആക്കിക്കാണ്ട് അവിടെ വെട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്തും ഇവിടെ ചെറിയൊരു വെട്ടുണ്ട്. എന്നിട്ട് ഈ ഭാഗം ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാർക്ക് ചെയ്യണം. അത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ ആ മാർക്കിങ് കറക്റ്റായിട്ട് റിഗാളിൻ്റെ ആം ഹോളൊക്കെ കറക്റ്റ് വെച്ചുകൊണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യണേ. ഓക്കെ, റിഗാൾ കട്ട് ചെയ്ത ആ ഭാഗം, സൈഡ് ഭാഗം കറക്റ്റാക്കി വെച്ചുകൊണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതിന് സൈഡ് ഓപ്പ് അല്ല, സോറി, ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ. ലൈനിങ് ഇല്ലാത്ത ഒരു ടോപ്പാണ്. അപ്പോൾ കറക്റ്റ് ഞാൻ അളവ് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോ. ഇതിൻ്റെ എക്സ്ട്രാ ഈ നൂലൊക്കെ വെട്ടി വെക്കുകയാണ്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഈ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിങ് കൂടെ തന്നെ കറക്റ്റായി സ്റ്റിച്ച് ചെയ്യുക. ഞാനിത് ഈ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഈ സൈഡ് അടിക്കുമ്പോഴേ ഈ ആംഹോളിൻ്റെ ഈ ഭാഗത്തുനിന്ന് രണ്ട് സൈഡും അടിക്കണം കേട്ടോ. എന്നാൽ അതൊരു ഫിനിഷിങ്ങിൽ അടക്കുള്ളൂ. അടിഭാഗത്തുനിന്ന് അടിച്ച് വരുമ്പോൾ അടിഭാഗത്തുനിന്ന് ഒന്നിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് അടിക്കുകയാണെങ്കിൽ, അതായത് ഈ ഇപ്പം ചെയ്ത പോലെ തന്നെ അടിക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് അടിയിൽ നിന്ന് അങ്ങോട്ട് അടിച്ച് പോവുകയാണെങ്കിൽ ആ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ അടിക്കുക. ഓക്കെ, അങ്ങനെ എക്സ്ട്രാ ഉള്ള തുമ്പൊക്കെ കട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, കറക്റ്റായിട്ട് ആ മാർക്കിങ് കൂടെ തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരും കേട്ടോ. കറക്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതുവരെ ഇവിടെ നമ്മൾ സൈഡ് ഓപ്പണിൻ്റെ മാർക്കിങ്. അപ്പോൾ അതുവരെ കറക്റ്റ്. ഇവിടെ 1 ഇഞ്ച് തുമ്പേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ആ സൈഡ് ഓപ്പണിൻ്റെ ഈ ഭാഗത്ത് 1 ഇഞ്ച് തുമ്പ്, അതായത് ഈ ഭാഗം 1 ഇഞ്ച് തുമ്പേ പാടുള്ളൂ. ഓക്കെ, ഇവിടേക്ക് ഒരു 1.25 ഒരു എത്ര നമുക്ക് വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് തുമ്പിട്ടാൽ മതി. ഇവിടുന്ന് അടിഭാഗത്തേക്ക് ആ സൈഡ് ഓപ്പൺ അടിക്കേണ്ട ആ ഭാഗം 1 ഇഞ്ച് എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുമ്പ് വെക്കാൻ പാടുള്ളൂ. കൂടുതൽ വെച്ചാൽ അത് പിന്നെ ഫോൾഡ് ചെയ്താൽ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ 1 ഇഞ്ച് തുമ്പ് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഈ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം, ഇതിൻ്റെ അടിഭാഗം. അതേപോലെ ഈ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ എക്സ്ട്രാ പുറത്തേക്ക് കിടക്കേണ്ട ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് കറക്റ്റ് 1 ഇഞ്ചാണ് നമ്മളിത് ഫോൾഡ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ തുമ്പ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 1/2 ഇഞ്ചിൽ ഒന്ന് ഫോൾഡ് ചെയ്യുക, വീണ്ടും ഒന്നും കൂടെ 1/2 ഇഞ്ചിൽ ഫോൾഡ് ചെയ്യുക. അങ്ങനെ 1 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് കണ്ട് സ്റ്റിച്ച് ചെയ്യട്ടോ. അടിഭാഗത്തു നിന്ന് ഇതേപോലെ ആദ്യം 1/2 ഇഞ്ചിലൊന്ന് ഫോൾഡ് ചെയ്യുക, വീണ്ടും ഒന്നും കൂടെ 1/2 ഇഞ്ചിൽ അതുപോലെ ഫോൾഡ് ചെയ്ത് കണ്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഈ ഭാഗം കറക്റ്റ് ഇതേപോലെ കറക്റ്റായിട്ട് ആ ഓപ്പൺ ഉണ്ടല്ലോ, ആ ഓപ്പൺ ഇവിടെ തന്നെ അവിടുന്ന് ഒരു 1/2 ഇഞ്ചും കൂടെ മേലോട്ട് കയറിൻ്റെ രൂപത്തിൽ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. അതായത് ആ ഓപ്പണിൻ്റെ എൻഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ചും കൂടെ മേലേക്ക് സ്റ്റിച്ച് ചെയ്ത് കണ്ട് വിലങ്ങിന് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതേപോലെ ഈ ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കട്ടോ. കാരണം അവിടെ ആ ഓപ്പണിൻ്റെ എൻഡല്ലേ, അപ്പോൾ അവിടെ ചെറുതായിട്ടൊരു കെട്ടിട്ട് കണ്ട് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ അടിച്ച് ഇറക്കട്ടോ. ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ആദ്യം 1/2 ഇഞ്ചൊന്ന് ഫോൾഡ് ചെയ്യുക, പിന്നെ 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. ഇത് ഫോൾഡ് ചെയ്ത് കണ്ട് അടിക്കുമ്പോൾ ഒരിക്കലും വലിക്കരുത്. അതായത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരിക്കലും വലിച്ചെടുക്കരുത്. വലിക്കാതെ ബെല്ലെ അതേപോലെ അവിടെ വെച്ച് കണ്ട് അതിൻ്റെ മേലെ കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്താൽ കേട്ടോ. ഇത് വലിക്കുമ്പോഴാണ് ആ ചുളിവും ആ കാര്യങ്ങളും ആ പിരിച്ചിലൊക്കെ വരുന്നത്. അപ്പോൾ വലിക്കാതെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യട്ടോ. ഓക്കെ, അങ്ങനെ അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ സൈഡും
എക്സ്ട്രാ നൂലൊക്കെ പുറത്തേക്ക് തള്ളി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെട്ടി ക്ലിയർ ആക്കിയിട്ട് ആദ്യം അരഞ്ചിലൊന്ന് ഫോൾഡ് ചെയ്യുക, വീണ്ടും അരഞ്ചിൽ ഫോൾഡ് ചെയ്യുക. കാരണം 1 ഇഞ്ചാണ് നമ്മളവിടെ തുമ്പ് വെച്ചിട്ടുള്ളത് ഇതുപോലെ ഫോൾഡ് ചെയ്തടിക്കാൻ വേണ്ടി. എന്നിട്ട് കറക്റ്റായിട്ട് അതിലെ എൻഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഒരിക്കലും ഈ ഫോൾഡ് ചെയ്ത് കാണ്ട് ഇങ്ങനെ വെച്ചുകാണ്ട് വല്ല പതിച്ച് വെച്ചാണ് സ്റ്റിച്ച് ചെയ്താൽ മതി. ഒരിക്കലും വലിക്കരുത് കേട്ടോ. വലിച്ചാലാണത് വളഞ്ഞ് തിരിഞ്ഞ് പൊളഞ്ഞൊക്കെ കിടക്കുള്ളൂ. അപ്പോൾ വലിക്കാതെ കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ കോട്ടൺ അല്ല, ഏത് മെറ്റീരിയൽ ആണെങ്കിലും ഇതേപോലെ ഒരു അരഞ്ചിലൊന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കണ്ട് മെല്ലെ അവിടെ തന്നെ പതിച്ച് വെച്ച് കണ്ട് വലിക്കാതെ സ്റ്റിച്ച് ചെയ്താൽ ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ചുളിവോ കാര്യങ്ങളോ ഫിനിഷിങ് ഇല്ലായ്മ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല കറക്റ്റായിട്ട് തന്നെ കിടക്കും കേട്ടോ. ഇത് വലിക്കുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ കോട്ടൺ ആകുമ്പോൾ വലിച്ചാലും വല്ലാതെ വലിയില്ല. പക്ഷേ ഈ ഷിഫോൺ ജോർജറ്റ് പോലത്തെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മൾ വലിക്കുമ്പോൾ അത് ഇങ്ങനെ വലിഞ്ഞു പോരും. അങ്ങനെ ലാസ്റ്റ് എൻഡിക്ക് എത്തുമ്പോഴത്തേന് അതിങ്ങനെ ചുളിഞ്ഞ് അത് തീരെ ഫിനിഷിംഗ് ഇല്ലാത്ത രൂപത്തിലായാലും പിന്നെ കിടക്കട്ടോ. അപ്പോൾ ഒരിക്കലും വലിക്കരുത്. എവിടെ ഏത് ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും ഒരിക്കലും വലിക്കരുത്. വലിക്കാതെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തടിക്കണം. ഓക്കെ, ഇതേപോലെ ഒരു അരഞ്ചിലും ഫോൾഡ് ചെയ്യുക. വീണ്ടും അടിഭാഗം ഞാൻ ഫോൾഡ് ചെയ്തടിക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചാണ് തുമ്പ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ 1 ഇഞ്ച് തുമ്പിന് അനുസരിച്ച് 2 അരഞ്ചിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഫോൾഡ് ചെയ്ത് കണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇവിടെ അതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക, സ്റ്റിച്ച് ചെയ്തെടുത്തു. ഓക്കെ, എക്സ്ട്രാ ഉള്ള നൂലൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണേ. അങ്ങനെ ഇതിൻ്റെ രണ്ടാമത്തെ സൈഡ്. ഓക്കെ, ഇത് ബാക്കിലും. ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം മുകളിൽ നിന്ന് വലിച്ച് ആ ഓപ്പൺ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് എത്ര ഉണ്ട് കൂടുതൽ മറ്റേ നമ്മൾ ആദ്യം അടിച്ചല്ല അതിനെക്കാട്ടിൽ എത്ര ഡിഫറൻ്റായി കിടക്കുന്നുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ഫോൾഡ് ചെയ്ത് കണ്ട് സ്റ്റിച്ച് ചെയ്യുക. അത് അരഞ്ച് തന്നെ ഫോൾഡ് ചെയ്യാണ്ടാവുള്ളൂ. ഓക്കെ, എന്നിട്ട് അതുപോലെ രണ്ടാമത്തെ സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സിമ്പിൾ വീഡിയോ കേട്ടോ. അത് ഞാൻ വെറുതെ ചെയ്തപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയേണ്ട ഒരു സംഭവമാണ്. കാരണം അപ്പോൾ എന്നോട് ഒരാളിങ്ങനെ ചോദിച്ചപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇടയിലാണ് എനിക്ക് മെസ്സേജ് വന്നത്. അപ്പോൾ ഇപ്പോഴും വീഡിയോ എടുത്തതാണ്. ഒരു സിമ്പിൾ വീഡിയോ കേട്ടോ. എല്ലാവർക്കും അറിയേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്നാലും ഒരു പക്ഷേ ഇതും അറിയാത്തവരുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ ഈ ഫോൾഡ് ചെയ്ത് അടിക്കുമ്പോഴൊന്നും ഒരിക്കലും വലിക്കരുത് കേട്ടോ. വലിക്കുമ്പോഴാണ് ഇതിൻ്റെ നിങ്ങൾ പറഞ്ഞ കംപ്ലൈൻറ്റുകൾ, അതായത് ഇത് ചുളിഞ്ഞ് പിരിഞ്ഞ് പൊളഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് എന്നൊക്കെ പറയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഈ അടിഭാഗമോ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും വലിക്കരുത്. വലിക്കാതെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. എന്നാലും അത് അതിൻ്റേതായ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിൻ്റെ 4 ഭാഗങ്ങളും ഒന്ന് അതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണട്ടെ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. ഞാൻ തിരക്കാവുകൊണ്ടാണ് ചിലപ്പോൾ അപ്പോഴേക്ക് തന്നെ ഓൺ ദ സ്പോട്ടിൽ റിപ്ലൈ നൽകാൻ കഴിയാത്തത്. എന്നാലും ഞാൻ റിപ്ലൈ മാക്സിമം ഞാൻ നൽകാറുണ്ട് കേട്ടോ എൻ്റെ സമയത്തിനനുസരിച്ച്. അപ്പോൾ ഓക്കെ, താങ്ക് യു.